സുബേരേ ഇവിടെ വന്നാ ഈ എടുക്ക പോണ് ആ ചെടിയൊന്നും നനക്കാൻ പറഞ്ഞ എനക്ക് ഒഴിവില്ല അല്ലേ എന്നാ പോയിക്കോ സുബേരെ ഇവിടെ ഇന്നാണ് എന്റെ അടുത്ത് ചെലവ് ഇട്ടാ ഉമ്മാട് പറഞ്ഞാളെ ഇപ്പൊ ഉസ്താദെ പഴയ പോലെ ഒന്നല്ല ചെലവ് എന്ന് പറഞ്ഞാലേ കാലത്ത് ഒരു വീട്ടിലാണെങ്കിൽ ഉച്ചക്ക് വേറെ വീട്ടിലാ രാത്രി വേറെ വീട്ടില് കാലത്ത് ഒരു വർഷം പുട്ടാ തിന്നു വിശപ്പണ്ട് ഒന്നും ആയില്ല വിശന്നിട്ട് കുടല് കരിയ പിന്നെ അതേപോലെ തന്നെ പണ്ട് എന്ന് വെച്ചാല് ഒരു വീട്ടിലായിരുന്നു അപ്പൊ ഞമ്മക്ക് അവിടെ ഇനിയിപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരോട് പറയാ ഒരു നേരം വന്നിട്ട് ഇന്ന ടൈമിൽ ഇന്നതാന്നൊക്കെ പറയാ ഇതിപ്പോ അത് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോ ഹോട്ടലിലാവും ഏൽപ്പിച്ചിട്ടുണ്ടാവുക അങ്ങനെ പല മോഡലാ ഒന്നും പറയാ ഇനിയിപ്പോ ഈ വീട്ടിൽ എന്താ അവസ്ഥ എന്ന് പോയാലേ അറിയുള്ളൂ അതെ ഞാനേ 2-3 പുട്ട് തിന്ന് വിഷമം മാറിയിട്ടില്ല കാലത്തോ അതെ ഇവിടെ ചിലപ്പോ ബിരിയാണിയാവും ആയാ മതി അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട് ആളുണ്ടായാ മതി നല്ല വിശപ്പുണ്ട് ആരപ്പത് എന്താ ഉസ്താദ്മാരാണല്ലോ എന്താ ഉസ്താദ്മാര് പതിവില്ലാതെ അസ്സലാമു അലൈക്കും ഞാൻ അപ്പുറത്തെ പറമ്പിലായിരുന്നു കേറിരിക്കി പതിവില്ലാണ്ട് എന്താ സംഭവം അങ്ങനെ വരലില്ലല്ലോ എന്ത് പറ്റി ഇരിക്കട്ടാ സംഭൂറാക്ക് ദമ്മ് പൊട്ടിക്കാവും അല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ അകത്തേക്ക് പോയ ആളെ കാണാനില്ല പോയാളെ കാണാനില്ല ആള് ചിലപ്പോ മറന്നുണ്ടാവല്ലോ അത് ടേബിളുമ്പോ നിരത്തിയാവും കാണാനില്ല അതെ കാക്കേ ഞങ്ങളങ്ങോട്ട് ഇറങ്ങാ എന്താ പറയുന്നത് ഭക്ഷണം കഴിക്കണ്ടേ അതേ അങ്ങനെ പറഞ്ഞാലേ വേഗം ആക്കുള്ളവര് റെഡിയാക്കണ്ടേ എന്താ പുസ്തകന്മാർക്ക് കൊടുക്കാം ഇവിടാണ് പെണ്ണുങ്ങളും ഇല്ല ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലോ ഈ നേരത്തെ വന്ന എന്തപ്പോ പെണ്ണുങ്ങളൊന്നും ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ എങ്ങനെയപ്പോ അവരൊക്കെ പോവാ എന്തപ്പോ അവര് വന്നു ഈ നേരത്തെ വരാൻ പറയാതെ വരില്ലല്ലോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാം നല്ല ഉസ്താദേ എന്താ വിളിച്ചേ ഞങ്ങളൊന്നങ്ങടെ ഇറങ്ങാച്ചിട്ടേ ഇരിക്കേ എന്താ തെറുതി ഇരിക്കും ഉസ്താദേ നിങ്ങള് കണ്ടില്ലേ അങ്ങനെ പറഞ്ഞപ്പോ റെഡിയാക്കാൻ പറ്റിയ മധുരം എങ്ങനെ കൊഴപ്പില്ല മധുരമൊക്കെ ചോദിക്കണേ അത് ചിലപ്പോഴേ ചക്കര ചോറാവും അതെ വെള്ളം കുടിച്ചോളി പിന്നെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടെ പെണ്ണുങ്ങളൊന്നുമില്ല പെണ്ണുങ്ങളൊക്കെ വിരുന്ന് വയ്ക്കണേ വെള്ളം കുടിച്ചോളിട്ടാ ഞാൻ കുറച്ച് പണിയുണ്ടേ അല്ലേ അയാളുടെ ചോദ്യം ഈ വെള്ളം കൊണ്ടിലും കണ്ടപ്പോ ചെക്കവിടെ വന്ന് ചെലവ് പറഞ്ഞില്ലേക്കോ വെള്ളേന്ന് വെള്ളം നല്ല വിശപ്പ് ഇക്കാകെ ഒന്നുകൂടി വരും അതെ സുബൈറും കൂടെ മോനല്ലേ ചെറിയ മകനാണ് കാലത്ത് ഞാൻ അവനോട് ചെലവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല അതിനിവിടെ ആരും 4-5 ദിവസമായിട്ട് അവന്റെ അമ്മ അവന്റെ വലിയമ്മക്ക് സോല്ലാണ്ട് അവിടെയാണേ ഞങ്ങൾ തന്നെ ഇവിടെ വെച്ചുണ്ടാക്കാം നമുക്ക് കുട്ടീന്റെ പരിപാടി അറിയില്ല നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുക കഴിക്കുക അത്രേ ഉള്ളൂ അവൻ പറഞ്ഞിട്ടില്ല കേട്ടോ പറഞ്ഞാലേ നമ്മൾ അറിയുള്ളൂ ഞാൻ വിചാരിച്ചു ഉസ്താദ്മാര് വരുന്നത് പതിവില്ലാതെ വരുന്നുണ്ടപ്പോ ഞാൻ തന്നെ ഞാൻ വെറുതെ കയറി വന്നാമോ വില പിരിവെന്തേലൊക്കെ ആവുമ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് എന്തിനും വഴിയുണ്ടോ നോക്കട്ടെ
ഉസ്താദേ ദൂരെ നടക്ക് പോകുന്നു തോന്നില്ല. നിങ്ങളുടെ ഗൂഗിൾ പേയില് പൈസ ഉണ്ടാ? പൈസ എന്തോ കാണുന്നു. എന്നാ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് കഴിക്കാം. ആകെ നാണം കെട്ടു. പോവാ. അല്ലാ അപ്പൊ ഉസ്താദേ നിങ്ങള് ഹോട്ടലിൽ പോയിട്ട് ഉസ്താദ് ഇപ്പൊ എന്തുണ്ടായി? ഒരു പോയോ? എന്തൊരു കഷ്ടാണേ. ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ട് ഹോട്ടലിൽ പോയി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൈസ എടുക്കാൻ പോയതാ ഞാൻ. എന്തൊക്കെ ഉണ്ടായി? ഉസ്താദേ പോയോ? ഈ ചെക്കപ്പ് എന്ത് പണിയായിട്ട്? സുബേറേ, ഈ ചെക്കനോടൊരു വാക്ക് പറഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി. എന്നാ ഹോട്ടലിൽ ഏൽപ്പിക്കായിരുന്നു. മഹാഭാവായി. മൊയ്ലിയന്മാര് വന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാണ്ട് പറഞ്ഞ അവസ്ഥ. പൈസ കൊടുക്കാച്ചിട്ട് അകത്തേക്ക് പോയി. അപ്പത്തിന് അവരും പോയി. അതൊരു കഷ്ടായി. സുബേറേ, ഈ ചെക്കപ്പ് എവിടുക്ക പോയി? ആ മൊയ്ലിയന്മാര് ഇവിടെ ഉസ്താദ്മാര് ചെലവണ്ട് പറഞ്ഞിട്ടുണ്ടാന്നോ? ഉസ്താദ്മാര് വന്നിട്ട് പാകം നാണം കെട്ടു. ഞാനത് അറിഞ്ഞിട്ടില്ല, എന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. ഉസ്താദ്മാര് ചെലവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. എന്ത് പണിയാ മോനെ കാട്ടി. അവരിവിടെ വന്ന നമ്മള് മൊയ്ലിയന്മാരാകുമ്പോ നല്ല ഭക്ഷണം കൊടുക്കണ്ടേ? മൊയ്ലിയന്മാര് പറഞ്ഞ നമ്മളോട് പറഞ്ഞാലേ അറിയുള്ളൂ. മറന്നു പറ്റിയേ, ഇങ്ങനെ ചീത്ത പറയട്ടോ.